ഹായ് ടീം ഫാമിലി. നഗരത്തിലെ പല ഭാഗത്ത് ഫേമസ് ആയിട്ടുള്ള ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുകയാണ്. കൊലപാതകത്തിന് ശേഷം അവരുടെ ശരീരത്തിലെ ഓരോ ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ് പാറ്റേണാക്കി മാറ്റാണ്. എന്നാൽ ഈ കഥയിലെ നായകനായ ACPയും അതുപോലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റും ഒന്നിച്ച് ഈ കേസ് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ മർഡേഴ്സ് നടക്കാൻ പോകുന്നതായിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് അറിയുന്നത്. എന്നാൽ ആ ഒരു ബുക്ക് ഗവൺമെന്റ് ബാൻ ചെയ്യാണ്. പിന്നീട് എന്തൊക്കെയാണ് ഈ കഥയിൽ സംഭവിക്കുന്നത്, കൊലപാതകങ്ങൾ തടുക്കാൻ പറ്റിയോ, ഓരോ നിമിഷവും ട്വിസ്റ്റും ത്രില്ലിംഗും നിറച്ചുകൊണ്ട് കഥ പറഞ്ഞ ഏറ്റവും പുതുതായിട്ട് ഇപ്പൊ റിലീസായ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥയുടെ പേര് M4M മർഡർ ഫോർ മോട്ടീവ്. അപ്പോൾ ഇതിലും അടിപൊളി കഥകള് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ വേഗത്തിലെത്തിക്കാൻ എല്ലാ കൂട്ടുകാരും എനിക്ക് വേണ്ടി ആകെ ചെയ്തിരേണ്ടത് ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ആ ഒരു ഹൈപ്പും ചെയ്യുക. ഇതുപോലുള്ള കഥകള് നാളെയും കാണണം തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ തുടങ്ങിയാലോ. ഈ കഥയുടെ ആരംഭത്തില് നല്ല മഴയുള്ള ഒരു രാത്രി ഒരു ക്രൈം നോവലിസ്റ്റില്ലേ അങ്ങേര് ഒരു കഥ എഴുതാണ്. ലോകത്ത് കുറേയധികം സീരിയൽ കില്ലേഴ്സ് ഉണ്ടായിട്ടുണ്ട്. 1988 ജാക്ക് റിപ്പർ, അതുപോലെ ടെറാഡ് ഷിപ്പാർഡ്, ടെഡ് ബണ്ടി, ഇതുപോലെ അനേകം പേര്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സീരിയൽ കില്ലറിലെ ചരിത്രത്തില് നമ്മൾ കണ്ടിട്ടുള്ള സീരിയൽ കില്ലേഴ്സിനെയൊക്കെ മറന്നു പോകുന്ന രീതിയിൽ അത്രക്ക് വ്യത്യസ്തനും ക്രൂരനുമാണ്. ഉള്ളിൽ രാക്ഷസനായ മനുഷ്യരൂപം കൊണ്ട ഈ ഒരു സീരിയൽ കില്ലർ തുടർച്ചയായിട്ട് എത്രത്തോളം കൊലകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലീസിനെ അവനെ ഒന്ന് തൊടാനോ ഒരു ചെറിയ ക്ലൂ അവനിലേക്ക് കണ്ടെത്താനോ ഇതുവരെ പറ്റിയിട്ടേയില്ല. അവൻ ആരാണ്, എവിടെയാണല്ലേ, എന്തിനാണ് ഇത്രത്തോളം കൊലപാതകങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടേയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ തന്നെ ഒരുത്തനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ M4M എന്ന മർഡർ മിസ്റ്ററി നോവല് പബ്ലിഷ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോഴേ ഹൈക്കോടതി ആ നോവല് ഇന്ത്യയിൽ തന്നെ ബാൻ ചെയ്യാണ്. അതിനു മാത്രം ആ നോവല് എന്താ ഉണ്ടാവുക ഈ കഥയിലൂടെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ്. ഫേമസ് ആയ ഒരു ആക്ടറില്ലേ അങ്ങനെയുടെ സീൻ അഭിനയിച്ചിട്ട് തന്റെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴാണ് ഹൂഡിയിട്ട് മുഖം മറച്ച ഒരുത്തനില്ലേ പിന്നിലൂടെ വന്ന് ആക്ടറെ ആക്രമിച്ച് ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത്. എന്നാല് ഇവൻ ആരാ, എന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു ആക്ടറിന്റെ ഡ്രസ്സൊക്കെ അയാൾ വലിച്ചൂരാണ്. അങ്ങനെ അടുത്ത ഷോട്ടിന് വിളിക്കാനേ അസിസ്റ്റന്റ് വന്നപ്പോ ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പോഴാണ് ആക്ടർ രഞ്ജിത്ത് മരണപ്പെട്ട് കിടക്കുന്നത് അയാൾ കാണുന്നത്. അപ്പോ ഷൂട്ടിംഗ് സ്പോട്ടിലെ എല്ലാ ആളുകളും ആ ഒരു സീനില് തടിച്ചു കൂടുമ്പോ ഒരാള് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള രാധ എന്ന ഒരു ലേഡിയെ കാര്യം വിളിച്ചറിയിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ആക്ടറിന്റെ ശരീരത്തില് ഒരു നൂൽ തുണിയില്ലാതെ ഒരു പ്രതീകം പോലെ അയാളെ മാറ്റിയിട്ടുള്ളത് കാണുന്നത്. അപ്പോ ആ ഒരു സീനിലെ എവിഡൻസുകള് രാധ തന്റെ ഫോണില് റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ സൂപ്പർ സ്റ്റാർ രഞ്ജിത്ത് കൊല്ലപ്പെട്ട കാര്യം ന്യൂസിലൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കേസ് ACP കൃഷ്ണയുടെ ടീം ഏറ്റെടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും ക്രൈം സീനിലേക്ക് ACP കൃഷ്ണയും ടീമും എത്തിയിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായിട്ടുള്ള നമ്മുടെ ഈ കഥയിലെ ഹീറോയും കൂടായിട്ടുള്ള ACP കൃഷ്ണയെ നമ്മൾ കാണുന്നത്. അങ്ങനെ കൃഷ്ണയും അസിസ്റ്റന്റും ആ ഒരു ക്രൈം സീൽ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ആക്ടറെ വിവസ്ത്രയാക്കിയത് മാത്രമല്ല ഒരു പ്രത്യേക പോസിലാണ് അയാളെ ഇരുത്തിയിട്ടുള്ളത്. അപ്പോഴാണ് അവിടെ CCTV ക്യാമറ നമ്മുടെ ഹീറോ കാണുന്നത്. ഉടനെ തന്നെ അസിസ്റ്റന്റിനോട് വിഷ്വൽസ് കളക്ട് ചെയ്യാൻ പറയാണ്. അതേസമയത്ത് രാധ പുറത്ത് ആക്ടറിന്റെ വണ്ടിയിൽ ഒരു ഇൻവിറ്റേഷൻ കാണുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ അവൾ എടുത്തു വെക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് ക്രൈം സീനിൽ നിന്ന് ഒരു ചെയിന് കിട്ടുകയാണ്. അപ്പോൾ എവിഡൻസ് ആയിട്ട് അതും കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നിലവിലെ ആ ക്രൈം സീനിലെ റിപ്പോർട്ടുമായിട്ട് കമ്മീഷണർ കാണാൻ പോവാണ്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ ചിത്രവിഹാർ ഫാം ഹൗസില് ഫിലിം ആക്ടർ രഞ്ജിത്ത് ഷൂട്ടിങ്ങിന് പോയതായിരുന്നു. അവിടെ വെച്ച് ഏതോ ഒരു അജ്ഞാതനായ കൊലയാളി രഞ്ജിത്തിനെ ആക്രമിച്ച് നെഞ്ചിൽ കുത്തി കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. ഇതില് ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യം ആ രഞ്ജിത്തിനെ കൊലയാളി ന്യൂഡായിട്ട് വസ്ത്രമില്ലാത്ത നിലയിലാണ് കൊലപ്പെടുത്തിയിട്ട് പോയത്. അന്വേഷണത്തില് അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യത്തിന് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആകെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ലീഡ് അവിടെ വെച്ച് ഒരു ലോക്കറ്റുള്ള ചെയിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫോറൻസിക് ടീമിന് അയച്ചിട്ടുണ്ട്. ആകെ ഈ കേസിൽ ഒരു ലീഡ് അത് മാത്രമാണ്. ആ ചെയിനിന്റെ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൊലയാളിയിലേക്ക് അധിക ദൂരം ഉണ്ടാവില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ACP അർജുന്റെ വീടാണ്. അപ്പോൾ നമ്മുടെ ജേർണലിസ്റ്റ് രാധയില്ലേ ഒരു കോഫി എടുത്തിട്ട് ഹീറോയ്ക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ രാധ, അല്ല ക്രൈം സീനില് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? ഒരു വിന്റേജ് മോഡല് ലോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇനി ഈ കേസിനെ കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കരുത്, ഞാൻ പറയില്ല. അങ്ങനെ ഹീറോ ആക്ടർ രഞ്ജിത്തിന്റെ മരണത്തിന്റെ ന്യൂസ് പത്രത്തിൽ വായിക്കുമ്പോൾ രാധ പറയുന്നുണ്ട്
ഇന്നെനിക്ക് എന്റെ കൂട്ടുകാരി ഒന്ന് മീറ്റ് ചെയ്യാൻ പോകണം. അവൾക്ക് വേണ്ടി ഗസ്റ്റ് ലെക്ചറായിട്ട് ക്ലാസ് എടുക്കാന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ രാധ നേരെ പോകുന്നത് തന്റെ കൂട്ടുകാരുടെ കോളേജിലേക്ക് ക്രൈം ജേർണലിസത്തിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനാണ്. ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ എങ്ങനെയാവാം, ലൈഫിലും അതേ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ജയിക്കാന്നൊക്കെ കുട്ടികൾക്ക് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോയെ ഫോറൻസിക് ഡോക്ടർ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇതൊരു ബ്രൂട്ടൽ മർഡറാണ്. രഞ്ജിത്തിന്റെ കയ്യിലും കഴുത്തിലുമായിട്ട് ഒരു കേബിൾ വെച്ച് വലിച്ചതിന്റെ മാർക്കുണ്ട്. ക്രൈം സീൽ വെച്ച് നിങ്ങൾക്ക് അങ്ങനെ വല്ല കേബിളും കിട്ടിയിരുന്നോ? അപ്പോൾ ഹീറോ, ഇല്ല ഡോക്ടറെ, അങ്ങനെയൊന്നും കിട്ടിയില്ല. എന്നാൽ ഒരു ചെയിന് വിന്റേജ് ലോക്കറ്റുള്ള മാല കിട്ടിയിരുന്നു പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. ഇനി ഈ ചെയിൻ ആയിരിക്കുമോ? ആ ചെയിൻ എന്തായാലും അല്ല. അത് മാത്രല്ല, രഞ്ജിത്തിന്റെ കഴുത്തില് അങ്ങനെ ചെയിനിന്റെ മാർക്കൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ആ ഒരു ചെയിന് ആ കൊലയാളിയുടേത് തന്നെയായിരിക്കും. അപ്പൊ ഡോക്ടർ, മരണകാരണം ആ ഒരു നെഞ്ചിലെ കത്തിക്കുത്തും പിന്നീടുള്ള കഴുത്തിലെ ഷാർപ്പ് മുറിവുമാണ്. വേറെ പ്രത്യേകിച്ച് ഒരു മാർക്കും ശരീരത്തിലില്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആ ക്രൈം സീനിലെ ചില ഫോട്ടോസ് ചെക്ക് ചെയ്തപ്പോൾ ജീൻ സൈമൻ എന്ന ഒരു ചിത്രകാരൻ വരച്ച ഡെത്ത് ഓഫ് ഗ്ലാഡിയേറ്റർ എന്ന ഒരു ചിത്രത്തിന്റെ രൂപത്തിലായിരുന്നു രഞ്ജിത്തിന്റെ ബോഡി പൊസിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സംശയം തോന്നിയ ഹീറോ ഉടനെ തന്നെ തന്റെ ഫോണില് ആ ഒരു പിക്ചർ ചെക്ക് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഡെത്ത് ഓഫ് ഗ്ലാഡിയേറ്റർ പോലെ തന്നെയാണ് രഞ്ജിത്തിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ഹീറോ അവിടുന്ന് പോവാണ്. അതേ സമയത്ത് ജേർണലിസം കോളേജിൽ നിന്ന് ഋതിക എന്ന ഒരു പെൺകുട്ടിയിലെ ആരോ വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ റൂമിലേക്ക് അവള് കയറിപ്പോവാണ്. അപ്പോ ക്യാപ്പ് വെച്ച് ഒരുത്തനില്ലേ, അവളെ ഫോളോ ചെയ്തിട്ട് ആ വിഷ്വലൊക്കെ ഫോണില് റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവള് കാണാൻ വന്നത് ഒരു ഹൂഡിയിട്ട മുഖം മറച്ച ഒരുത്തനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ആ കൊലയാളിയെ പോലെ ഒരാള്. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ തന്റെ ടീമിനെ മീറ്റ് ചെയ്തിട്ട് ജീൻ സൈമൻ വരച്ച ഡെത്ത് ഓഫ് ഗ്ലാഡിയേറ്റർ എന്ന പിക്ചർ പോലെ തന്നെയാണ് രഞ്ജിത്തിനെ ആ കൊലയാളി മാറ്റിയിട്ടുള്ളത്. അതായത് ഈ മർഡറിന്റെ പിന്നിലെ ഒരു സൈക്കോ സീരിയൽ കില്ലറാണ്. അതുകൊണ്ട് ഇതിനു മുൻപ് ഇതുപോലെ എവിടെയെങ്കിലും ഒരു മർഡർ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം. ഏത് ചെറിയ സ്റ്റേഷൻ ആണെങ്കിൽ പോലും ഇതുപോലെ പെയിന്റിംഗ് പാറ്റേണിലെ മർഡർ നടന്നിട്ടുണ്ടോ എന്ന് അടുത്ത 24 മണിക്കൂറിൽ കണ്ടെത്തിയിരിക്കണം. അടുത്ത സീനില് നമ്മുടെ രാധയിലെ ഒരു ജിമ്മിലേക്ക് പോയിട്ട് കഴിഞ്ഞ ദിവസത്തെ ഇനാഗുറേഷന്റെ CCTV വിഷ്വൽ എന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് രഞ്ജിത്ത് മരണപ്പെടുന്നതിന് മുൻപ് ആ കാറിൽ ഒരു ഇൻവിറ്റേഷൻ കണ്ടിരുന്നില്ലേ, അത് ഈ ജിമ്മിന്റേതായിരുന്നു. അപ്പോൾ ആ ഒരു വിഷ്വൽ നോക്കുമ്പോൾ രഞ്ജിത്ത് തന്നെയാണ് റിബൺ കട്ട് ചെയ്ത് ആ ജിമ്മ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രഞ്ജിത്തിന്റെ പിന്നിലെ മുഖം മറച്ച ഒരുത്തൻ പലപ്പോഴും ഫോളോ ചെയ്ത് വരുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. ജിമ്മിന്റെ പുറത്ത് വിഷ്വൽ നോക്കുമ്പോൾ അതേ മുഖംമൂടിക്കാരനില്ലേ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നത് രാധ കാണുകയാണ്. അങ്ങനെ ആ ഒരു ജിം ഓണറേയും കൂട്ടിയിട്ട് ആ ജ്യൂസ് കടയിൽ നിന്ന് ആ കറക്റ്റ് ടൈമിന് ആരാണ് അവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ട് UPI പേയ്മെന്റ് നടത്തിയത് ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുക്കാണ്. ഉടനെ തന്നെ രാധയില്ലേ തന്റെ ചാനലിന്റെ ഓണറെ വിളിച്ചിട്ട് ബോട്ട് എന്ന ഒരാളുടെ UPI ID ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. എനിക്ക് ഉടനെ തന്നെ അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയേ പറ്റൂ. കാരണം രഞ്ജിത്തിന്റെ ക്രൈമിലെ ഒരു നല്ല ലീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങേരും അതിന് ട്രൈ ചെയ്യാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് 24 മണിക്കൂറിലെ പെയിന്റിംഗ് പാറ്റേണിൽ എവിടെയെങ്കിലും മർഡർ നടന്നിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, സിറ്റിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും അവരരിച്ചു പെറുക്കിയപ്പോൾ പെയിന്റിംഗ് പാറ്റേണിൽ 20 മർഡേഴ്സ് നടന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു മർഡറിനും ഒരു ക്ലൂ പോലും ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കണ്ടെത്താൻ പറ്റിയിട്ടേയില്ല. അപ്പോൾ ആ ഒരു സൈക്കോയുടെ ആദ്യത്തെ കൊലപാതകമല്ല രഞ്ജിത്ത് എന്ന് ഉറപ്പാവുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഋതിക ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഇന്നലെ ക്യാപ്പ് ഇട്ട് ഒരുത്തരവളെ ഫോളോ ചെയ്തില്ലേ, അവ വേറെ ആരുമല്ല അവളുടെ കൂടെ പഠിക്കുന്ന രോഹിത്താണ്. അവരാണെങ്കിൽ ഇന്നലെ ലോഡ്ജിൽ പോയില്ലേ, ക്ലാസ്സിലുള്ള നമുക്കും അതുപോലെ വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അങ്ങനെ എല്ലാ സ്റ്റുഡൻസിന് മുമ്പിലും വെച്ച് അവളെ നാണം കെടുത്തുമ്പോൾ സങ്കടത്തില് കരഞ്ഞുകൊണ്ട് അവള് പോകുന്നത് അവളുടെ ടീച്ചർ കാണാണ്. ഋതിക എന്ന് വിളിച്ചിട്ടും അവള് നിന്നില്ല. ക്ലാസ്സിലെത്തിയപ്പോഴാണ് രോഹിത് തന്റെ ഫോണിലെ വീഡിയോസ് കൂട്ടുകാർക്ക് കാണിക്കുന്നത് ടീച്ചർ നേരിട്ട് കാണുന്നത്. അവനോട് ചൂടായിട്ട് ടീച്ചർ അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ രാധയില്ലേ തന്റെ ചാനലിരിക്കുമ്പോഴാണ് ടിവിയിലെ കമ്മീഷണർ പത്രസമ്മേളനം വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന രഞ്ജിത്തിന്റെ കൊലയാളി ഒരു സീരിയൽ കില്ലറാണ്. അത് മാത്രമല്ല അവനൊരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് ഒരു 20ഓളം തുടർ മർഡേഴ്സ് ഇതേ പാറ്റേൺ നടന്നിട്ടുണ്ട്. ആ ഏരിയയിലും അവൻ ഒരു ക്ലൂവും വിട്ടുപോയിട്ടില്ല. അപ്പോ ഈ മർഡർ ചെയ്ത അതേ സൈക്കോ തന്നെയാണ് 20ഓളം മർഡേഴ്സും ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ന്യൂസ് കേട്ടപ്പോ രാധയ്ക്ക് എന്തോന്ന് സ്ട്രൈക്ക് ആവാണ്. അങ്ങനെ തന്റെ ഓണർ കാണാൻ പോയപ്പോ അങ്ങേര് കലിപ്പില് രാധ നീ കേട്ടില്ലേ, ആ സൈക്കോ 20ഓളം കൊലപാതകം നടത്തി പോലും. അവനെ കൺമുമ്പിൽ കണ്ടാല് നെറ്റിയിൽ പൊട്ടിച്ച് തീർത്തളയണം. അപ്പോഴാണ് രാധ ഒരു കാര്യം ചോദിക്കുന്നത്, അല്ല സാറേ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ മർഡർ മിസ്റ്ററി ബുക്കിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ സാറിനോട് പറഞ്ഞിരുന്നില്ലേ? ആ ഒരു ബുക്കിന്റെ പേര് സാറിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, M4M മോട്ടീവ് ഫോർ മർഡർ എന്നായിരുന്നു ആ ബുക്കിന്റെ പേര്. എന്നാൽ കോടതി ആ ഒരു ബുക്ക് ബാൻ ചെയ്തതല്ലേ. ഇപ്പൊ എന്തിനാ ആ ബുക്കിനെ കുറിച്ച് ചോദിക്കുന്നത്? അത് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ സാറിനോട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. അതിലെ കൊലയാളി
കൊലയാളിയും ഫേമസ് ആയിട്ടുള്ള പെയിന്റിംഗ് പാറ്റേൺസ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നടക്കുന്ന മർഡറിലും അതേപോലുള്ള പാറ്റേൺ ആണോ ആ സൈക്കോ ഉപയോഗിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാ ആ ബുക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചേ. അപ്പൊ നമ്മുടെ ഓണർ ആ ഒരു ബുക്ക് എഴുതിയ റൈറ്ററുടെ അഡ്രസ്സ് നിനക്ക് അയച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓണറിന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ രാധയോട് അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത അവർ ഷോക്കായി പോവാണ്. അതിലൊരു വാർണിംഗ് മെസ്സേജ് ആണ്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ആ ഒരു പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തപ്പോൾ അതിലൊരു വോയിസ് ഉണ്ട്. അത് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സൈക്കോ അവന്റെ സൗണ്ട് മാറ്റിയിട്ട് സ്റ്റേറ്റ് പോലീസ് എന്റെ ഈഗോയില ടച്ച് ചെയ്ത് ഇതുവരെ നടന്ന കൊലപാതകങ്ങളൊക്കെ വെറും സാധാ മർഡേഴ്സ് ആയിരുന്നു. എന്നാലേ ഇനി നടക്കാൻ പോകുന്നതായിരിക്കും ബ്രൂട്ടലായത്. പറ്റുകയാണെങ്കിൽ എന്നെ പിടിച്ച് കാണിക്കേ. അപ്പോഴാണ് ഓണർ പറയുന്നത് ആ ഒരു ബുക്ക് റിയൽ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ നീ പോയി കാണ്. ഈ ഒരു വോയിസ് മെസ്സേജ് ഇല്ലേ ഇപ്പൊ തന്നെ ഞാൻ ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഡയറക്റ്റ് പോലീസിന് ആ ഒരു കില്ലർ മെസ്സേജ് അയക്കാതെ എന്തിനാ മീഡിയക്ക് അയച്ചെന്ന് വെച്ചാല് ജനങ്ങള് മുഴുവൻ ആ മീഡിയയിലൂടെ ആ സൈക്കോയുടെ ചലഞ്ച് അറിയണം. പോലീസ് വെള്ളം കുടിക്കുന്നത് അവനെ കണ്ട് ആസ്വദിക്കുകയും വേണം. അപ്പോഴാണ് ഹീറോയെ SP വിളിച്ചിട്ട് കേസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് കുറച്ചു മുമ്പാണ് നമ്മള് പ്രസ് മീറ്റ് നൽകിയത്. ഇപ്പൊ ഇതാ ആ സൈക്കോ വാർണിംഗ് നോട്ടും മെസ്സേജും തന്നിരിക്കുക. ഇനി അവൻ എത്രത്തോളം ആളുകളെ എങ്ങനെയൊക്കെയാ കൊലപ്പെടുത്താൻ പോകുന്നത്? അല്ല കൃഷ്ണ, നമ്മള് പ്രസ് മീറ്റ് നടത്തിയത് തെറ്റായി പോയോ? അപ്പൊ നമ്മുടെ ഹീറോ ACP കൃഷ്ണ ഒരിക്കലില്ല സാറേ, ആ ഒരു പ്രസ് മീറ്റ് ഒരു ട്രാപ്പ് പോലെ എന്തായാലും നമുക്ക് യൂസ് ആയിട്ടുണ്ട്. ഇപ്പോ അവൻ മോഡിഫൈ ചെയ്തതാണെങ്കിലും അവന്റെ വോയിസ് പുറത്തു വന്നില്ലേ, അധികം വൈകാതെ അവനെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. അപ്പൊ SP എനിക്ക് നിന്റെ മേലെ നല്ല പ്രതീക്ഷയുണ്ട്. അവനെ ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് ഇട്ടുകൊടുക്കണം. അതേ സമയത്ത് നമ്മുടെ രാധയിലെ ആ ഒരു എഴുത്തുകാരൻ വാസുദേവനെ കാണാൻ വരികയാണ്. അപ്പോൾ തന്റെ ഓണർ പറഞ്ഞിട്ടാണ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് വന്നെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്ത് സഹായം ഞാൻ ചെയ്യണ്ടേ? കുറച്ച് നാളുകൾക്ക് മുൻപ് M4M മോട്ടീവ് ഫോർ മർഡർ എന്ന ഒരു ബുക്ക് നിങ്ങൾ എഴുതിയിരുന്നില്ലേ? എന്നാൽ ഗവൺമെന്റ് ആ ബുക്ക് ബാൻ ചെയ്തു. ഇപ്പൊ നടക്കുന്ന ആക്ടർ രഞ്ജിത് കുമാറിന്റെ മർഡർ ഇല്ലേ, അതുമായിട്ട് ആ ബുക്കിന് ഒരു കണക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ഒരു ബുക്കിന്റെ ഒരു കോപ്പി എനിക്ക് തരാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കുന്നതും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ബുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ചിലപ്പോൾ അതെനിക്ക് തന്നെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ജോലിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ നിരാശയായിട്ട് രാധ അവിടുന്ന് പോകുമ്പോൾ ആ ഒരു വാസുദേവിലെ അയാള് ജനലിലൂടെ അവളെ തന്നെ തുറച്ചു നോക്കുകയാണ്. ഇനിയിപ്പോ ഇയാളാണോ ആ മർഡറിന് പിന്നിലെന്ന് ഒരു സംശയം തോന്നില്ലേ? അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് അർജുൻ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 2 മാസം മുമ്പ് രഞ്ജിത്തിന് മേലെ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതും ജിമ്മിൽ വെച്ച്. ഇവനെ തന്നെയാണ് മുമ്പ് രാധയും അന്വേഷിച്ചിറങ്ങിയിരുന്നത്. അപ്പോൾ അന്ന് തന്നെ രഞ്ജിത്ത് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലൈന്റിന്റെ കോപ്പി ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അതേ വ്യക്തിയിലെ രഞ്ജിത്ത് മരണപ്പെട്ട അന്നത്തെ ദിവസം ഷൂട്ടിംഗ് സ്പോട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ ഫോട്ടോ കൊടുത്തിട്ട് അവന്റെ ലൊക്കേഷൻ ഇപ്പോ സാറിന്റെ ഭാര്യ വർക്ക് ചെയ്യുന്ന അതേ ന്യൂസ് ചാനലാണ്. അപ്പൊ ഹീറോ തന്റെ ടീമിനെ കൂട്ടിട്ട് അവൻ ആ കമ്പനിയിൽ എന്താ ചെയ്യുന്നേ ഒന്നും അറിയണല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയും ടീമുമില്ലേ നേരെ കമ്പനിയിൽ എത്തിയപ്പോ രാധ അയാളെ ഇന്റർവ്യൂ ചെയ്യാണ്. അത് കണ്ടപ്പോ ഓണറോട് അല്ല ദാസിനെ രാധ എന്തിനാ മീഡിയ എന്തിനാ ചോദ്യം ചെയ്യുന്നേ? അപ്പൊ ഓണർ ഇന്റർവ്യൂ ചെയ്യാനേ മീഡിയക്ക് മുഴുവൻ റൈറ്റ്സ് ഉണ്ട് സാറേ. അപ്പൊ കാലിപ്പായ ഹീറോ രാധയോട് പുറത്തേക്ക് വരാൻ പറയുമ്പോ അവള് പറയുന്നുണ്ട് നമ്മൾ കരുതുന്ന പോലെ ആക്ടർ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് ദാസല്ല. കുറ്റവാളികൾ എങ്ങനെയാ ചോദ്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ അവന്റെ കോളറിൽ പിടിച്ചിട്ട് എന്തിനാടാ അവനെ കൊല്ലാൻ നോക്കിയേ? സാറേ അവനുമായിട്ട് ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്നു. അവനെന്നെ ശരിക്ക് പറ്റിച്ചു. എന്റെ മാനം പോയി. എന്റെ കുടുംബം ഇപ്പൊ റോട്ടില. ബാക്കി നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പറയാം. അപ്പോഴാണ് ഹീറോയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരുന്നത്. എന്തൊക്കെയുണ്ട് ACP? അടുത്ത 24 മണിക്കൂറിൽ പെയിന്റിംഗ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പെയിന്റിംഗ് കൂടി ഞാൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നിനക്ക് പറ്റുകയാണെങ്കിൽ നീ തടുക്കട. എന്തായാലും അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. താൻ സംശയിച്ച പോലെ ദാസ് അല്ല ആ ഒരു സൈക്കോ. കാരണം ദാസ് അവിടെ തന്നെ ഉണ്ടല്ലോ. അതേ സമയത്ത് നമ്മുടെ കമ്മീഷണറിലെ ഒരു പ്രസ് മീറ്റ് വിളിക്കുകയാണ്. വാലന്റൈൻസ് ഡേക്ക് ആ ഒരു കൊലയാളി കൊലപാതകം നടത്തുന്നത് നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കുക. എന്നാൽ അന്ന് അവനെ തടുത്ത് പിടിക്കാനായിട്ട് ACP കൃഷ്ണയുടെ കയ്യിലെ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ ഹീറോയിലെ എമർജൻസി അലേർട്ട് നൽകുന്ന ഒരു GPS ആപ്പ് എല്ലാവരുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാണ്. എന്തെങ്കിലും അപകടങ്ങൾ നിങ്ങൾക്ക് നേരിടുകയോ അല്ലെങ്കിൽ അടുത്ത് കാണുകയോ ചെയ്താൽ ഉടനെ തന്നെ ആ ആപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് അലേർട്ട് ചെയ്താൽ മതി. ലൊക്കേഷൻ അടക്കം പോലീസിന് ഷെയർ ആവും. അപ്പോൾ റിപ്പോർട്ടർ അല്ല സാറേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തുറന്ന് ഇങ്ങനെ ന്യൂസിൽ പറഞ്ഞു കഴിഞ്ഞാല് ആ കില്ലർ അലേർട്ട് ആവില്ലേ? അപ്പോൾ ഹീറോ അത് തന്നെയാ വേണ്ടേ. അവനൊന്ന് പേടിക്കണം. മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വീണ് തരണം. അപ്പോൾ നമുക്ക് 2 ജീവൻ രക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ അവനെ പിടിക്കാൻ റെഡിയല്ലേ? അങ്ങനെ ഹീറോയും ടീമും എന്തെങ്കിലും അലേർട്ട് വരുന്നുണ്ടോ എന്ന് ശരിക്കും അനലൈസ് ചെയ്യുമ്പോൾ 2-3 സ്ഥലത്ത് അലേർട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ടീം എത്തി നോക്കുമ്പോൾ അതൊക്കെ ചെറിയ ചെറിയ അടിപിടി കേസുകളൊക്കെയാണ്. അപ്പോഴാണ് നൈറ്റ് ആയപ്പോൾ ഒരു പെൺകുട്ടി ഹീറോയുടെ നമ്പറിലേക്ക് വിളിക്കുന്നത്.
പറയുന്നത്, സാറേ എന്റെ വീട്ടിലെ ഏതോ ഒരുത്തൻ എന്നെ ആക്രമിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ ഹീറോ അവനെ കണ്ട് അങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ക്ലൂ? അപ്പോഴാണ് അവള് പറയുന്നത് അവന്റെ ലെഫ്റ്റ് ഹാൻഡില് ഒരു ശൂലത്തിന്റെ ടാറ്റു പച്ച കുത്തിയിട്ടുണ്ട്. അടുത്ത് എന്തോ പറയുന്നതിന് മുമ്പ് അവളുടെ റൂമിന്റെ വാതിൽ തകർത്ത് ആ കില്ലറ് അവളെ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു ശബ്ദം ഹീറോയും ടീമും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ പാഞ്ഞ് ഹീറോയും അസിസ്റ്റന്റും ആ ഒരു ലൊക്കേഷനിലെത്തിയിട്ട് വാതിലും ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറിയപ്പോ ആ ഒരു പെൺകുട്ടിയെയും അവളുടെ ലവറാണ് തോന്നുന്നുണ്ട് മറ്റൊരു പയ്യനെയും ആ ഒരു കൊലയാളി ഒരു പിക്ചർ മോഡൽ പോലെ കൊലപ്പെടുത്തിയിട്ട് ഇരുത്തിയിരിക്കുകയാണ്. ഈ ആയിഷ ആരാ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമില് 5 മില്യന് മേലെ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പോലീസ് ടീം ഉടനെ അവിടെ എത്താണ്. അപ്പോഴാണ് മീഡിയയിലെ ആ ഒരു സൈക്കോയെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ അവൻ ചലഞ്ച് ചെയ്ത പോലെ ലവേഴ്സിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പോലീസിന്റെ തോൽവിയാണ്. അപ്പോൾ SP ഹീറോയെ വിളിച്ചിട്ട് ഒരിക്കലും ആ ഏരിയയിലേക്ക് മീഡിയ അലോ ചെയ്യരുത്, പ്രത്യേകിച്ച് നിന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ലെജിറ്റ് മീഡിയ കമ്പനി. അതേസമയത്ത് പുറത്തു വെക്കുന്ന മീഡിയ പ്രവർത്തകരിലെ ഉള്ളിലേക്ക് കടത്തിവിടാനും എവിഡൻസ് കളക്ട് ചെയ്യാനും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ രാധയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. അപ്പൊ കലിപ്പായ ഹീറോ ഉടനെ തന്നെ നിങ്ങളിവിടുന്ന് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിനെ ഡിസ്റ്റർബ് ചെയ്തെന്ന് കേസും തലയിൽ വെച്ചിട്ട് എല്ലാവരും ലോക്കപ്പിൽ തള്ളേണ്ടി വരും. അങ്ങനെ തന്റെ അസിസ്റ്റന്റിനോട് എല്ലാവരോടും ക്ലിയർ ചെയ്യാൻ പറയണം. സമയത്ത് മീഡിയയിലെ ആയിഷ, രോഹിത് എന്ന 2 ലവേഴ്സ് മൃഗീയമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ആർക്ക് എന്താണ് സംഭവിക്കാന്ന് ജനങ്ങളൊക്കെ ഭീതിയിലാണ്. അതേസമയത്ത് ഹയർ ഓഫീസേഴ്സ് ഹീറോയുടെ തല തിന്നുന്നുണ്ട്. ഡിസ്റ്റർബായിട്ട് ക്രൈം സീനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ തന്റെ ഭാര്യ രാധ വീട്ടിലേക്ക് പോയിട്ടില്ല. നീ എന്താ ഇതുവരെ പോവാത്തെ? കുറച്ചു നേരത്തെ എനിക്ക് നിന്നോട് അങ്ങനെ പറയേണ്ടി വന്നതിൽ നല്ല സങ്കടമുണ്ട്. അപ്പൊ രാധ, എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവും, ഞാനും നിനക്ക് വേണ്ടി തന്നെ കാത്തുവെക്കായിരുന്നു, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അപ്പോഴാണ് ഹീറോ പറയുന്നത്, എന്റെ ലൈഫിൽ ഇതുപോലൊരു കേസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ രാധ, വാസുദേവ് എഴുതിയിരുന്ന M4M എന്ന ആ ഒരു ബുക്ക് എനിക്ക് നേരത്തെ അയാൾ തന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുകയില്ലായിരുന്നു, തടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഹീറോ, എന്ത് ബുക്ക്? ആരെഴുതിയത്? 5 വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ മർഡേഴ്സ് നടക്കുന്നതായിട്ട് വാസുദേവ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ബുക്കിലുണ്ടായിരുന്ന കണ്ടന്റ്സ് കണ്ടിട്ട് ഗവൺമെന്റ് തന്നെ ആ ബുക്ക് ബാൻ ചെയ്തതാണ്. അപ്പൊ ഹീറോ, ഇപ്പൊ നീ പറഞ്ഞ ഒരു കാര്യം ഈ കേസിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് നിനക്കറിയില്ല, എന്നാൽ അയാൾ ആ ബുക്ക് തരുന്നില്ലല്ലോ. അപ്പൊ ഹീറോ തന്റെ ഭാര്യയും കൂട്ടിയിട്ട് വാസുദേവിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അങ്ങനോട് കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ M4M എന്ന ബുക്കിലെ അതേ പാറ്റേണിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സൈക്കിയും കൊലപാതകം ചെയ്യുന്നത്. അപ്പൊ ആ ബുക്കും തന്നിരുന്നെങ്കിൽ കേസ് തെളിയിക്കാൻ ഹെൽപ്പ് ആവുമായിരുന്നു. അപ്പോ കലിപ്പായ റൈഡറില്ലേ, ഞാനെന്തിനാ നിങ്ങൾക്ക് ബുക്ക് തരുന്നത്? നിങ്ങൾ പോലീസുകാർ തന്നെയല്ലേ ആ ബുക്കില് ഞാൻ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കർത്തവ്യത്തില് ഉത്തരവാദിത്തം കാണിച്ചിട്ടില്ല എന്ന് എഴുതിയെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസും കൊടുത്ത് ബുക്ക് ബാൻ ചെയ്യിപ്പിച്ച്? അപരാധ സാറേ, സാറിനറിയാലോ പോലീസ് ജോലി ചെയ്യുമ്പോൾ ഹയർ ഓഫീസേഴ്സ്, പൊളിറ്റിക്കൽ പാർട്ടി പല രീതിയിലുള്ള പ്രഷർ അവർക്ക് വരില്ലേ. എന്നാൽ നിങ്ങളും ക്രൈം നോവലിസ്റ്റ് ആണ്, അതുമാത്രമല്ല നിങ്ങൾ എഴുതിയത് ട്രൂ ഇവന്റുമാണ്. നമ്മൾ ജേർണലിസ്റ്റ് വേണ്ടേ സൊസൈറ്റിയെ സഹായിക്കാൻ? അപ്പോൾ അയാളാണെങ്കിൽ 30 വർഷത്തോളം ഞാൻ ജേർണലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത പല കേസുകളും ഞാൻ നല്ല എഫേർട്ട് ഇട്ടിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം പോലീസ് എനിക്കെന്താ ചെയ്തതെന്ന് ഞാൻ എഴുതിയ ബുക്ക് പോലും അവർ ബാൻ ചെയ്യല്ലേ ചെയ്തേ. അപ്പൊ ഹീറോ, അല്ല സാറേ, നിങ്ങൾ കാണുന്നില്ലേ എത്രത്തോളം ആളുകളാ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കുക. അപ്പോൾ അങ്ങേരാണെങ്കിൽ ആക്ടർ രഞ്ജിത്തിന്റെ മർഡറിന് ശേഷം ഈ ഒരു കേസ് ഞാൻ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു പ്രശ്നമുണ്ട്, അതായത് ആരാണ് കൊലപ്പെടുത്തിയത്, ആരാണ് മരണപ്പെട്ടതെന്ന് അന്വേഷിക്കുന്നതല്ലാതെ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും നടന്ന ഏതെങ്കിലും കൊലപാതക ശ്രമത്തില് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ, അവരെവിടെയുള്ളതെന്ന് അന്വേഷിക്കാനുള്ള എന്തെങ്കിലും ആലോചന ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അപ്പോ വാസുദേവ് കഴിഞ്ഞ 5 വർഷമായിട്ട് 20 മേർഡേഴ്സ് നേരത്തെ നടന്നിരുന്നില്ലേ, അതേ ട്രൂ ഇവന്റിന് വെച്ചിട്ടാണ് ബുക്ക് എഴുതിയിരുന്നത്. അപ്പൊ ഷോക്കായിട്ട് രാധ, അല്ല ആ സൈക്കോയുടെ കയ്യിൽ നിന്ന് അത്രത്തോളം ഡെഡ്ലി ഇഞ്ചുറിയുമായിട്ട് ആരെങ്കിലും രക്ഷപ്പെടുവോ? അപ്പൊ വാസുദേവ്, രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാള് മാത്രം, അവൻ വേറെ ആരുമല്ല, ഇവനാണ് ഫാൾഗൻ എന്ന് പറഞ്ഞ് അവന്റെ ഫോട്ടോ കൊടുക്കാണ്. എന്നാൽ ആ കൊലയാളെ കുറിച്ച് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്താൻ പറ്റി. ഇവൻ കൊലപ്പെടുത്താൻ സെലക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അത് കേട്ടപ്പോൾ ഹീറോയിനും ഷോക്കാവാണ്. ആദ്യം മരണപ്പെട്ട രഞ്ജിത്ത് സിനിമ സൂപ്പർ സ്റ്റാർ, രണ്ടാമത് മരണപ്പെട്ട പെൺകുട്ടി അവള് സോഷ്യൽ മീഡിയയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ. എന്നിട്ട് റൈറ്റർ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴല്ലേ അവൻ ഓരോ ചിത്രങ്ങളുടെ രൂപത്തിലാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നത് കണ്ടെത്തിയത്? എന്നാൽ എനിക്ക് 5 വർഷത്തെ ആ ഒരു കേസ് അന്വേഷിച്ച് ബുക്ക് എഴുതുമ്പോൾ തന്നെ അത് മനസ്സിലായിരുന്നു. അവന്റെ ഒരു ഹാബിറ്റാണ് ഡെഡ്ലി പെയിന്റിങ് വരയ്ക്കുക. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫേമസ് ഫിലിം ഡയറക്ടർ ഫാൽഗൻ മാത്രമേ അവനെ നേരിട്ട് കണ്ടിരുന്നുള്ളൂ. അന്ന് അവൻ സെലക്ട് ചെയ്തത് രാജാ രവിവർമ്മയുടെ ഓൾഡ് പ്യൂൺ എൻജോയിങ് ദി നാപ്പ് എന്ന ഒരു പെയിന്റിംഗ് ആയിരുന്നു. എന്നാൽ പ്രായമായ ഫാൽഗുൻ മരണപ്പെട്ടെന്ന് കരുതിയിട്ട് ആ കില്ലർ പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരാണ് ഉടനെ തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. ആകെ ആ കൊലയാളിയെ കണ്ടത് ഫാൽഗൻ മാത്രമാണ്. എന്നാൽ ആ കൊലയാളിയുടെ ശക്തമായിട്ടുള്ള അടി തലക്കേറ്റത് കാരണം നെർവ് ഡാമേജ് ആയിട്ട് പഴയ എല്ലാ കാര്യങ്ങളും
അദ്ദേഹം മറന്നുപോയി. അപ്പോൾ ഹീറോ നിങ്ങളിൽ തന്ന ഇൻഫർമേഷനും സമയത്തിനും ഒരുപാട് താങ്ക്സും പറഞ്ഞ് അവിടുന്ന് പോവാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് രാധ ചോദിക്കുന്നത്, അല്ല ആയിഷയും അതുപോലെ ഫിലിം ആക്ടറെയും അവൻ കൊലപ്പെടുത്തിയത് അവര് ഫേമസ് ആണെന്ന് പറയാം. രോഹിതോ അവനും ഇൻസ്റ്റഗ്രാമിലെ നല്ല ഫോളോവേഴ്സ് ഉള്ള ഫേമസ് ഇൻഫ്ലുവൻസർ തന്നെയാണ്. അത് മാത്രമല്ല എല്ലാ സീരിയൽ കില്ലേഴ്സിനും നോർമലി ഒരു പാറ്റേൺ ഉണ്ടാവാറ്. എന്നാൽ നമ്മൾ അന്വേഷിക്കുന്ന ഈ ഒരു സീരിയൽ കില്ലറിന് 2 പാറ്റേൺ ഉണ്ട്. അതിലൊന്ന് ഫേമസ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുക, രണ്ടാമത്തത് അവരുടെ ബോഡി ഫേമസ് ആയിട്ടുള്ള മറ്റ് പെയിന്റിങ് പോലെ മാറ്റുക. പെയിന്റിങ് വരയ്ക്കാൻ എത്രത്തോളം കഷ്ടപ്പെടണം അത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ട് വരയ്ക്കാൻ. അതുപോലെയാണ് ഇവൻ ഓരോ ബോഡിയും സെറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഒരു ക്ലൂ പോലും അവൻ വിട്ടുവെക്കുന്നില്ല. ഇത്രയും നാൾ അവൻ സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു മാസ്റ്റർ മൈൻഡ് തന്നെയാണ്. അങ്ങനെ തന്റെ ഭാര്യ രാധയെ ഹീറോ പറഞ്ഞയച്ചപ്പോഴാണ് ഒരു കോള് ഹീറോയ്ക്ക് വരുന്നത്. നോക്കുമ്പോൾ ഇപ്പൊ നടന്ന ആയിഷയുടെയും രോഹിത്തിന്റെയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ്. ഈ ഒരു കേസിലും അവൻ പ്രത്യേകിച്ച് ഒരു ക്ലൂവും വിട്ടുവെച്ചിട്ടില്ല. എന്നാൽ എനിക്കൊരു കാര്യം കണ്ടെത്താൻ പറ്റേ, ആ ഒരു കില്ലർ ഉറപ്പായിട്ടും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. കാരണം ഓരോ മുറിവും ഇടത് കൈ കൊണ്ട് ഒരാൾ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ്. അതുപോലെ ആയിഷ മരണപ്പെടുന്നതിന് മുൻപ് ആ കൊലയുടെ ലെഫ്റ്റ് ഹാൻഡില് ഒരു തൃശൂലത്തിന്റെ ടാറ്റു പച്ച കുത്തിയിരുന്നെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഇതുവരെ ഒരു ലീഡും കൊടുക്കാതിരുന്ന ആ സൈക്കോയിലേക്കുള്ള ചെറിയ ലീഡുകൾ കിട്ടിത്തുടങ്ങി. അതേ സമയത്ത് നമ്മുടെ രാധ നേരെ പോയത് റൈറ്റർ വാസുദേവൻ പറഞ്ഞ ഫാൽഗുൺ എന്ന പേഷ്യന്റിലെ അയാളെ ഒന്ന് മീറ്റ് ചെയ്യാനാണ്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ. അങ്ങനെ ഡോക്ടറിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോ, സാറേ ഞാൻ നിങ്ങളുടെ കുറേയധികം മൂവീസ് കണ്ടിട്ടുണ്ട്, എനിക്ക് ഓരോ മൂവീസും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ ഒരാള് അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ലേ? അയാളുടെ മുഖമോ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? അതുവരെ ചലിക്കാതിരുന്ന അയാളില്ലേ, ആ കൊലയുടെ പേര് കേട്ടപ്പോ പെട്ടെന്ന് അപസ്മാരം പിടിച്ച പോലെ വിറച്ചു പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിലെ ആ രഞ്ജിത്ത് കൊല്ലപ്പെടുന്ന സമയത്ത് സിനിമാ സെറ്റിലുണ്ടായിരുന്ന സിനിമ കൺട്രോൾ ചെയ്ത ആർട്ടിസ്റ്റ്, അസിസ്റ്റൻസ്, ഡയറക്ടേഴ്സ് എല്ലാരും വിളിപ്പിക്കുകയാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ലെഫ്റ്റ് ഹാൻഡിലെ തൃശൂലം പച്ചകുത്തിയ ആരെയും കണ്ടിരുന്നോ? പലർക്കും മനസ്സിലാകുന്നില്ല. അപ്പോഴും ഒരുത്തം പറയുന്നത്, ഒരാളുടെ കയ്യിൽ ഞാൻ തൃശൂലം കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ അവൻ ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ക്യാമറമാന് മേക്കിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം ഉറപ്പാ സാറേ, ആ വീഡിയോയിൽ അവൻ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ആ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഹൂഡിയിട്ട ഒരുത്തനെ അയാൾ പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാണ്. ഇതുവരെ മുഖം മറിച്ച് കണ്ട അവന്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ ഹീറോയ്ക്ക് അവനെ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട്. ആ ഫോട്ടോ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവന്റെ പേര് ജഗദീഷ് എന്നാണെന്നും അവൻ ഒരു ക്രൈം ചെയ്ത് ജയിലായിട്ട് ഇപ്പോ പരോളില് പുറത്തിറങ്ങി പോലീസിന് പിടികൊടുക്കാതെ ചുറ്റിക്കൊണ്ടിരിക്കാന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ തന്റെ ഹയർ ഓഫീസറിനെ കാര്യം അറിയിച്ച ശേഷം ജഗദീഷിന്റെ ഫോട്ടോ അസിസ്റ്റൻസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ ലുക്കൌട്ട് നോട്ടീസ് അടിച്ച് എല്ലാ സ്റ്റേഷനിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും ഒട്ടിക്കാൻ പറയാണ്. അതുപോലെ മീഡിയയിലും ജഗദീഷ് എന്ന കുറ്റവാളി പരോളിലിറങ്ങിയിട്ടാണ് ഇപ്പൊ നടക്കുന്ന മർഡേഴ്സ് ഒക്കെ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജഗദീഷിനെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ അടുത്തുനിന്ന് അവന്റെ കേസിന്റെ ഫയൽ ചെക്ക് ചെയ്യുമ്പോൾ അവനും ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അവനെ സെല്ലിൽ അടച്ച ശേഷം എപ്പോഴും പേപ്പർ ചോദിക്കും, കൊടുത്തിട്ടില്ലെങ്കിൽ ചുമരില് ഓരോരോ പെയിന്റിങ് അവൻ വരച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവൻ ജയിലിലായിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ മർഡേഴ്സ് നടക്കാൻ തുടങ്ങിയിട്ടും 5 വർഷമായിട്ടില്ലുള്ളൂ. അവൻ തന്നെയെന്ന് കരുതുമ്പോഴാണ് പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അല്ല കൃഷ്ണ, നീ എന്താ ഓരോ ജയിലില് ടൂറ് പോയ പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അടുത്താളെ തീർക്കാനുള്ള പ്ലാന് സെറ്റ് ചെയ്തോട്ടാ. ടാർഗറ്റ് ആരാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പൊ ഹീറോ, നിന്റെ ഐഡന്റിറ്റി എനിക്ക് മനസ്സിലായടാ, ഇനി നിനക്കധികം സമയമില്ല. ആഹാ അതെല്ലേ, എന്നാല് നിനക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ആ ജയിലിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ശവപ്പറമ്പുണ്ട്, അങ്ങോട്ടൊന്ന് വാ, ഒരു ഗിഫ്റ്റ് ഞാൻ അവിടെ നിനക്ക് വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് അവൻ ഫോണ് കട്ടിയാണ്. ഉടനെ തന്നെ അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് ഹീറോ ആ ഒരു ഗ്രേവാർഡിൽ എത്തിയപ്പോഴാണ് അവിടെ ഒരു ശവപ്പെട്ടിയുണ്ട്. അത് ചവിട്ടി തുറന്നപ്പോ അതിനുള്ളില് ബോഡിയൊന്നുമല്ല, കുറേയധികം സാധനങ്ങൾ കാണുന്നുണ്ട്. നോക്കുമ്പോ അവൻ കൊലപ്പെടുത്തിയ ഓരോ ആളുകളുടെയും ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ ഓരോ സീരിയൽ നമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. അത് ചെക്ക് ചെയ്തപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവൻ 20 കൊലപാതകമല്ല ചെയ്തിട്ടുള്ളത്, 30ന്റെ മേലെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റിയിൽ ഇത്ര കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു സിറ്റികളിൽ ഇവൻ എത്രത്തോളം കൊലപാതകം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കൊലയാളിയായ ജഗദീഷ് പോലീസിനെ പറ്റിച്ച് ഒളിവിലാണെന്നുള്ള ഫോട്ടോ അടക്കം ന്യൂസ് പ്ലേ ആവുമ്പോൾ അവന്റെ ഫോട്ടോയില്ലേ നമ്മുടെ രാധയുടെ ഫ്രണ്ട് ടീച്ചർ കാണാണ്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഋതികയുടെ കൂടെ ഒരു പയ്യൻ ചുറ്റിയിരുന്നതും ഹോട്ടൽ റൂമിൽ അവർ മീറ്റിംഗ് ചെയ്തിരുന്നില്ലേ, അത് വേറെ ആരുമല്ല, ഈ ജഗദീഷ് തന്നെയായിരുന്നു. ജഗദീഷിന് ഋതികയ്ക്കും എന്താണ് കണക്ഷൻ എന്ന് മനസ്സിലാവുന്നില്ല. ഉടനെ ആ ഒരു കാര്യമില്ലേ തന്റെ ഫ്രണ്ട് രാധയെ വിളിച്ചിട്ട് ടീച്ചർ പറയാണ്. ഉടനെ തന്നെ ഹീറോയോട് ആ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ അസിസ്റ്റന്റിനോട് ഋതികയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറയാണ്. എന്നാൽ നോക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവളുടെ കോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപ് ഒരു നമ്പറിലേക്ക് 7 പ്രാവശ്യം കോൾ വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ ഏതാ നോക്കുമ്പോൾ ഒരു ലോഡ്ജിന്റെ ലാൻഡ് ലൈൻ നമ്പറാണ്. അപ്പോൾ അസിസ്റ്റന്റിനോട് ഋതികയുടെ ലൊക്കേഷൻ ശരിക്കും മോണിറ്റർ ചെയ്യും, ആക്റ്റീവ് ആയത് കണ്ടാല് ഉടനെ എന്നെ ഇൻഫോം ചെയ്യുന്ന പറഞ്ഞിട്ട് ആ ഒരു ലോഡ്ജിലേക്ക് ഹീറോ പോവാണ്. അങ്ങനെ ആ ഒരു കോൾ വന്ന സമയത്ത് ആരൊക്കെയായിരുന്നു ആ ലോഡ്ജിലുണ്ടായിരുന്നത് അവിടുത്തെ CCTV വിഷ്വല് ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് ആ സമയത്ത് ജഗദീഷ് ആ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവന്റെ റൂം നമ്പർ നോക്കുമ്പോൾ 203-ലാണ്. അത് മാത്രമല്ല ഇപ്പോഴും ആ റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഹീറോയും വൈഫും
കൂടി ഗണ്ണുമായി ആ റൂമിലെത്തിയിട്ട് അവനെ തേടി നോക്കുമ്പോൾ അവിടെ അവനെ കാണുന്നില്ല, മറിച്ച് ഒരു ഫോൺ കിട്ടുകയാണ്. നോക്കുമ്പോൾ അതില് രോഹിത്തിന്റെ ഫോട്ടോ ഉണ്ട്. അത് അവന്റെ ഫോണാണ്. ഇവിടെ എങ്ങനെ അവന്റെ ഫോൺ വന്നതെന്ന് രാധയ്ക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഹീറോ പറയുന്നത് രോഹിത്തിനെയും അവന്റെ ലവർ ആയിഷയും കൊലപ്പെടുത്തിയത് ജഗദീഷും ഋതികയും ചേർന്നിട്ടാണ്. ഞാനത് ഉറപ്പിക്കാൻ കാരണം രോഹിത്തും ആയിഷയും കൊല്ലപ്പെടുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ജഗദീഷിന്റെ ഫോണിൽ നിന്ന് ഋതികയ്ക്ക് 7 കോൾ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. ആദ്യം രോഹിത്തിനെ കൊലപ്പെടുത്തിയിട്ട് അവൻ ടീച്ചർ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഫോൺ പിടിച്ചു വെച്ചതാണ്. അതുകൊണ്ടാണ് അതിനുശേഷം ആയിഷ അവളുടെ ഫോണിൽ നിന്ന് നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്തേ. അങ്ങനെ തന്റെ ഹയർ ഓഫീസറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഋതികയുടെ ലുക്കൌട്ട് നോട്ടീസും അതുപോലെ മീഡിയയിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന കാര്യം പറയാണ്. അങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആകുമ്പോഴാണ് അന്ന് രാത്രി തന്നെ നമ്മുടെ ടീച്ചറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. നോക്കുമ്പോൾ ഋതികയാണ്. ഞാൻ ചെറിയ പ്രശ്നത്തിലാണ്, എന്നെ ഒന്ന് മീറ്റ് ചെയ്യോ? അപ്പൊ മേമും പോലീസ് തെറ്റിദ്ധരിക്കുന്നതാണ്, എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോ ആ ബിൽഡിംഗിലെ ആരുള്ളവരെ തോന്നില്ല. ഋതിക എന്ന് വിളിച്ച് ഫോൺ എടുത്ത് ഉള്ളിലേക്ക് പോകുമ്പോ പെട്ടെന്ന് അവള് മുമ്പിൽ വന്ന് നിൽക്കാണ്. അപ്പൊ ടീച്ചറാണെങ്കിലേ നീ ഇപ്പോ ഇവിടെ എന്താ ചെയ്യുന്നേ? നിന്റെ പേരില് ലുക്കൌട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്, എന്റെ കൂടെ നീ വേഗം വാ. അവളാണെങ്കിൽ മാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോഴാണ് ആര് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അതാരാ? ജഗദീഷ. അപ്പോ നീ എന്നെ കൊടുക്കാൻ നോക്കിയിരുന്നല്ലേ? അങ്ങനെ വേഗം തന്നെ ടീച്ചർ അവിടെ നിന്ന് തന്റെ കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോ ആരോ അവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് അസിസ്റ്റന്റിലെ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് ഇത് നേരത്തെ ഒരു പാർസൽ വന്നതാ, എന്നാൽ അതിൽ ആരുടെയും അഡ്രസ് ഇല്ല. അത് ഓപ്പൺ ചെയ്തപ്പോ അതില് ഇത് നിനക്കാണ് കൃഷ്ണ എന്ന് ഒരു നോട്ടുണ്ട്. അത് മാത്രല്ല ഒരു പെൺഡ്രൈവും. അപ്പോ അത് പ്ലേ ചെയ്യുമ്പോ അതിലൊരു വീഡിയോ ഉണ്ട് ആ കില്ലറുടേത്. അപ്പോൾ ഓഫീസേഴ്സ്, എന്റെ അടുത്ത ടാർഗറ്റ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഋതിക തന്നെയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ടീച്ചർ ഓടി വരുന്നത്. ആ വീഡിയോ അവരും കണ്ടിട്ടുണ്ട്. ഋതിക അവൾ എവിടെയുള്ളത് എനിക്കറിയാം. ഇപ്പോഴാണ് ജഗദീഷിന്റെ അടുത്ത് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നേ. അപ്പൊ ഉടനെ തന്നെ പോലീസ് ടീം ശരണ്യനഗറിലുള്ള ആ ഒരു ബിൽഡിംഗിലെത്തിയപ്പോ അതിനുള്ളിൽ തന്നെ ആ ഒരു കൊലയാളിയിലെ ഋതികയും കൊലപ്പെടുത്തി ഒരു ചിത്രം പോലെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ട് ടീച്ചർ വല്ലാതെ സങ്കടപ്പെട്ടു പോവാണ്. അങ്ങനെ അടുത്ത ദിവസം മരണച്ചടങ്ങ് നടക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഇന്നലെ അവൾ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അവളെ അത് പറയാൻ സമ്മതിക്കാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു, എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത്, അടുത്ത മർഡർ നാളെ ഒരു തിയേറ്ററിൽ പറ്റിയാലേ തടുക്കട. അപ്പോൾ ഹീറോ കലിപ്പായിട്ട് കുറച്ച് മാറി നിൽക്കുമ്പോൾ അങ്ങോട്ട് രാധ വരികയാണ്. അപ്പോൾ അവളോട് അവന് പോലീസ് ടീം അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ മനസ്സിലാവുന്നുണ്ട്. രഞ്ജിത്തിന്റെ മർഡറിന് ശേഷം ഓരോ കൊലപാതകവും അവൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ അറിയിച്ച് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ വെല്ലുവിളിക്കുകയാണ്. തല പുകയുന്നുണ്ട്. അവൻ ഏത് തിയേറ്ററിലാണ് നാളെ മർഡർ നടത്താൻ പോകുന്നത്? സിറ്റിയിൽ എത്രത്തോളം തിയേറ്റർ ഉണ്ട്? അവിടെ വെച്ച് അവൻ ആരെയാ കൊല്ലാൻ പോകുന്നത്? അവനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. അപ്പോൾ രാധ പറയുന്നുണ്ട്, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, എലിമിനേഷൻ ടെക്നിക്ക്. അതായത് നമ്മുടെ സിറ്റിയിലെ എല്ലാ തിയേറ്ററിലും ഓരോ പോലീസുകാരെ നിർത്തുക. ഒരു തിയേറ്ററിൽ മാത്രം നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് പോലീസിനെ നിർത്തുന്നില്ല. അപ്പോൾ ആ കില്ലറിന് അതേ തിയേറ്റർ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും, കാരണം റിസ്ക് ഒഴിവാക്കാന്. അപ്പൊ ഹീറോ, എന്തായാലും പോലീസിനെ മഫ്തിയില് സാധാ ഡ്രസ്സിൽ നമുക്ക് നിർത്തിക്കളയാം. അപ്പൊ ഹീറോ, അല്ല നമ്മളിപ്പോ ഏത് തിയേറ്ററാ അതിന് സെലക്ട് ചെയ്യാ? നിലവില് ഇപ്പൊ നടന്ന 4 മർഡറും 4 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. അപ്പോ അവിടെയുള്ള തിയേറ്ററിൽ പ്രത്യേകിച്ച് മഫ്തിയില് പോലീസിനെ നിർത്തുക. അങ്ങനെ തന്റെ ഹയർ ഓഫീസറിനോട് പ്ലാന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതേ സമയത്ത് രാധയിലെ ആ കില്ലറുടെ പാറ്റേണിനെ കുറിച്ച് ഒരു ക്രൈം ആർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഓണറെ അറിയിക്കാൻ നോക്കുമ്പോൾ ഫോൺ പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഈ ഒരു ആർട്ടിക്കിള് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓണറുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ഹീറോയിലെ തന്റെ ടീമിനോട് എല്ലാ തിയേറ്ററിലെയും മെറ്റൽ ഡിറ്റക്ടർ ഉറപ്പായിട്ടും വർക്ക് ചെയ്തിരിക്കണം. ഇന്ന് ആ ഒരു സൈക്കോയെ നമ്മൾ പിടിച്ചിരിക്കണം. അങ്ങനെ പോലീസ് ടീമിനെ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്ത ശേഷം നമ്മുടെ കമ്മീഷണറിലെ അങ്ങേര് റെസ്റ്റ് റൂമിലേക്ക് പോവാണ്. ഇങ്ങനെ ഞാൻ SP എന്നാ പറഞ്ഞു തോന്നുന്നുണ്ട്. എന്നാൽ അങ്ങേര് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ആ കില്ലറിലെ കമ്മീഷണറെ പിന്നിൽ നിന്ന് അടിച്ച് താഴെയിടാണ്. അതായത് ആ കൊലയുടെ നെക്സ്റ്റ് ടാർഗറ്റ് അത് കമ്മീഷണർ തന്നെയായിരുന്നു. അങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ട് ഒരു പെയിന്റിംഗ് പോലെ സെറ്റ് ചെയ്ത് ആ കൊലയാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. ആ ഒരു സംഭവം അറിഞ്ഞ് നമ്മുടെ ഹീറോ പാഞ്ഞു വന്ന് നോക്കുമ്പോൾ തന്റെ ഹയർ ഓഫീസറുടെ അവസ്ഥ കണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യം ഓർക്കാണ്. ഈ ഒരു കേസ് നീ എന്തായാലും തെളിയിക്കുന്നില്ല, നല്ല വിശ്വാസം എനിക്ക് നിന്റെ മേലെ ഉണ്ട് കൃഷ്ണന്ന്. അങ്ങനെ മീഡിയ ആണെങ്കിൽ സൈക്കോ കില്ലർ ഇപ്പൊ പോലീസിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ കമ്മീഷണറുടെ ചടങ്ങൊക്കെ നടന്ന ശേഷം ഹയർ ഓഫീസർ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. കൃഷ്ണ, നിന്റെ മേലെ അദ്ദേഹത്തിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറെ നാള് ആ സൈക്കോ ആരും അറിയാതെയായിരുന്നു കൊലപാതകം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോ പോലീസിനെ ചലഞ്ച് ചെയ്ത് പറ്റുകയാണെങ്കിൽ തടുക്കുമെന്ന് വെല്ലുവിളിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. കൃഷ്ണ, നിനക്ക് ഞാൻ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ തരികയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ രാധയുടെ ഓഫീസിലേക്ക് റൈറ്ററായിട്ടുള്ള വാസുദേവിലെ അങ്ങേര് വരികയാണ്. പോലീസ് കമ്മീഷണർ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ബുക്ക് എഴുതിയതിന്റെ ഉദ്ദേശം തന്നെ ജനങ്ങൾക്ക് ഒരു മുൻകരുതലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഇനിയും ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. അങ്ങനെ M4M എന്ന ആ ബുക്ക് രാധയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട്
എല്ലാവരെയും സംശയിക്കണം. ഇനി എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ പോലും വിളിച്ചാൽ മതി, ഞാൻ റെഡിയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ ടീമിലെ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്ത പേരുകൾ നോക്കുമ്പോൾ അതില് ജഗദീഷ് എന്നൊരു പേരില്ല. അപ്പോൾ അവൻ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന ശേഷം ബുക്കിംഗ് കൗണ്ടറിൽ നിന്നായിരിക്കും ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ CCTV ചെക്ക് ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജഗദീഷ് കൗണ്ടറിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, അവൻ തിയേറ്ററിലേക്ക് വന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ്. അങ്ങനെ ആ ഒരു ഓട്ടോയുടെ നമ്പർ എടുത്ത് ഡ്രൈവറുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വരാൻ ഇൻഫോം ചെയ്യാണ്. അതേ സമയത്ത് നമ്മുടെ രാധയിലെ ആ ഒരു M4M എന്ന ബുക്ക് വായിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഫസ്റ്റ് മർഡർ നടന്ന രഞ്ജിത്തിന് ക്രൈംസിൽ നിന്ന് ഒരു ചെയിൻ ലോക്കറ്റ് കിട്ടിയ കാര്യം പറഞ്ഞിരുന്നില്ലേ. അപ്പോ അതേപോലെ ലോക്കറ്റ് ആ ബുക്കില് അവള് കാണുകയാണ്. അത് ഡയറക്ടർ ഫാൽക്കണിലെ അങ്ങരുടെ ചെറുപ്പകാലത്ത് അയാള് ധരിച്ചു തരുന്നു. ആ ഒരു ലോക്കറ്റ് എങ്ങനെയാപ്പോ ജഗദീശിന്റെ കയ്യിലെത്തിയ? ഫാൽക്കനും ജഗദീഷുമായിട്ട് എന്താ ബന്ധം? രാധ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് ഹീറോയിലെ ഓട്ടോ ഡ്രൈവറോട് ഇവനെ നിനക്ക് എങ്ങനെ അറിയാം, എവിടുന്ന് ഇവനെ നീ പിക്ക് ചെയ്തേ? അപ്പൊ അയാളാണെങ്കിൽ സാറേ ഇവനെന്റെ വീടിന്റെ അടുത്ത് തന്നെയാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഹീറോയും അസിസ്റ്റന്റും കൂടി കയ്യിൽ കണ്ണുമായിട്ട് ആ ഒരു വീടിന്റെ ലൊക്കേഷനിലേക്ക് പോവാണ്. അതേ സമയത്ത് രാധയിലെ രണ്ടാമതും ഡയറക്ടർ ഫാൽഗുണിനെ കാണാൻ വന്നിട്ട്, സാറേ എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ബുക്കില് സാറിന്റെ ചെറുപ്പത്തില് ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതില് അന്ന് സാറ് തിരിച്ച ഈ ലോക്കറ്റില്ലേ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ ലോക്കറ്റ് എവിടെയുള്ളേ? എന്നാല് പെട്ടെന്ന് ആ ഫോട്ടോ നോക്കി അയാളിലെ വല്ലാതെ ടെൻഷനായി വിറയ്ക്കാൻ തുടങ്ങുകയാണ്. എന്നാല് അയാള് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് 5 വർഷമായി ഇദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചിട്ട്. മോളെ നീ എന്തായാലും ധൈര്യശാലിയാ. ആ ലോക്കറ്റില്ലേ അതെന്റേത് തന്നെയാ. എന്നാല് ആ ലോക്കറ്റില്ലേ ഞാൻ ആക്ട്രസ് നിർമ്മലക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാ. അപ്പോഴാണ് രാധക മനസ്സിലാവുന്നത് നിർമ്മല എന്നത് പണ്ടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആയിരുന്നു. എന്നിട്ട് ഡയറക്ടർ ഫാൽഗുണം പറയുന്നുണ്ട് അവൾക്ക് ഒരു മകനുണ്ടായിരുന്നു. അന്ന് അവന് 12 വയസ്സായിരുന്നു. അപ്പൊ അവന്റെ ബർത്ത്ഡേക്ക് അവന്റെ കഴുത്തില് ഞാനാ ആ ലോക്കറ്റ് ഇട്ട് കൊടുത്ത്. അവനൊരു നല്ല ചിത്രകാരനായിരുന്നു. എന്നാല് ആ കുട്ടി അത്ര നോർമൽ ആയിരുന്നില്ല. നിർമ്മല അവനെ പലപ്പോഴും പല ഡോക്ടേഴ്സിന്റെ അടുത്തും ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിട്ടുണ്ട്. അവളുടെ സമ്പാദ്യത്തിന്റെ 3/4 ഭാഗവും അവന് വേണ്ടിയാ ചെലവാക്കിയ. എന്നാല് അവനെ ഹെൽപ്പ് ചെയ്യാന് ഞാൻ ശ്രമിച്ചിരുന്നു. എന്നാ അവൻ മൃഗത്തെ പോലെ എന്നോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ എന്നെയും അവൻ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോ രാധയിലെ അവനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ മീറ്റ് ചെയ്തിട്ട് തന്നെ കുറിച്ചും ഇപ്പോ നിലവിൽ നടക്കുന്ന മർഡേഴ്സിനെ കുറിച്ചും പറയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. 15 വർഷങ്ങൾക്ക് മുൻപ് ഫേമസ് ആക്ട്രസ് ആയിരുന്ന നിർമ്മല ദേവിയുടെ മകനെ നിങ്ങളല്ലേ ട്രീറ്റ് ചെയ്തിരുന്നേ? അപ്പോ ചെറുതായിട്ട് ഷോക്കായിട്ട് ചില കാര്യങ്ങള് ആ ഡോക്ടർ രാധയോട് പറയുന്നുണ്ട്. എന്നാല് എന്താണ് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ കേൾക്കുന്നില്ല. അതേ സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് മറ്റൊരു സ്ഥലത്ത് ഒരു പെട്ടിയുള്ളതായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ ഉടനെ തന്നെ ടീം പോയിട്ട് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോ അവരും നമ്മളും ഷോക്കായി പോവാണ്. ആ ഒരു ബോക്സിലുള്ളത് ജഗദീശിന്റെ തലയാണ്. ഇതുവരെ നമ്മൾ കരുതിയ കൊലയാളിപ്പോ ജഗദീഷ് അല്ലേ? എന്നാല് അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആ ഒരു ഓട്ടോ ഡ്രൈവർ ലൊക്കേഷൻ കൊടുത്തിട്ട് ജഗദീഷിന്റെ വീട്ടില് ഹീറോ എത്തിയിരുന്നില്ലേ? അപ്പൊ തന്നെ ഗൺ പോയിന്റില് അവനെ പിടിച്ചപ്പോ ഈ കൊലപാതകത്തിനൊന്നും പിന്നിൽ ഞാനല്ല, ആക്ടർ രഞ്ജിത്തിനോട് എനിക്ക് ശരിക്കും നല്ല ദേഷ്യണ്ടായിരുന്നു. കാരണം അവന്റെ വാക്ക് കേട്ട് എന്റെ ലവറ് സിനിമയില് അവസരം കൊടുക്കാന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തി. എന്നാല് അവനവളെ ഉപയോഗിച്ച് ചതിച്ചു. അതില് മനംനൊന്ത് അവള് ജീവനൊടുക്കി. എന്നാല് അവളുടെ മരണം ഞാനാണ് ചെയ്തതെന്ന് എന്റെ മേലേക്ക് ആ കേസ് തിരിച്ചു. അങ്ങനെ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ ശിക്ഷ അനുഭവിക്കുക. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാ അന്ന് ആ ഷൂട്ടിംഗ് സൈറ്റിൽ പോയ. അവൻ കുടിക്കുന്ന ജ്യൂസില് ഞാൻ വിഷവും കലക്കി. എന്നാല് അവനെയും കൊന്നത് ഞാനല്ല. അപ്പൊ ഹീറോ പിന്നെ ഋതികയെ നീ എന്തിനു മീറ്റ് ചെയ്ത? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? സാറ് ഋതിക അവളെന്റെ കുടുംബക്കാരിയാ. ഇടക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. എന്നാല് ആ രോഹിത് ആ വീഡിയോ എടുത്ത് അവളെ കോളേജിൽ തന്നെ നാണം കെടുത്തി. അപ്പൊ അതിലവൾ വല്ലാതെ സങ്കടപ്പെട്ടപ്പോ രോഹിത്തിനെ പിടിച്ച് അവന്റെ ഫോണിൽ നിന്ന് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാനാ അവന്റെ ഫോണ് ഞങ്ങൾ വാങ്ങിട്ട് പോയ. അതുപോലെ ഋതിക ഒരു സഹായത്തിനാ അന്ന് അവളുടെ ടീച്ചറെ വിളിച്ചിരുന്നേ. എന്നാല് അവിടെ വെച്ച് ടീച്ചർ എന്നെ കണ്ടപ്പോ ടീച്ചറെ ഞങ്ങൾ അപകടപ്പെടുത്തുന്ന കരുതിയിട്ട് അവിടുന്ന് ടീച്ചർ പോയതാ. അപ്പോ ഞാനിനി ഋതികയുടെ കൂടെ ഉണ്ടെങ്കിൽ അവളുടെ ലൈഫിനും ആപത്ത് നിറഞ്ഞുകൊണ്ടാ അവിടുന്ന് ഞാനന്ന് പോയെ. ഞാനല്ല അവളെ ഒന്നും ചെയ്തേ. അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഋതികയെങ്കിലും എനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പോലീസിന്റെ കയ്യിൽ നിന്ന് ജഗദീഷ് രാവിലെ രക്ഷപ്പെട്ട് ഓടിയതാ. എന്നാലിപ്പോ വൈകുന്നേരമായപ്പോ അവന്റെ തല തന്നെ പാർസലായി വന്നിരിക്കുകയാണ്. അവസാനം തിയേറ്ററിൽ വെച്ച് അവൻ സിനിമ വന്നിട്ടുണ്ട്. അതേ സ്ഥലത്ത് വെച്ച് തന്നെ ആ കമ്മീഷണർ കൊല്ലപ്പെട്ടതാണ്. എല്ലാ ക്രൈം സീനിലും അവൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ജഗദീഷ് ആയിരുന്നില്ല ആ മർഡറിന് പിന്നില്. ഇനിയിപ്പോ അതാരാ? അങ്ങനെ ഹീറോ തലപോയി നിൽക്കുമ്പോ രാധ പറയുന്നുണ്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ കൊലയാളിയുടെ പേര് ജിതിൻ എന്നാ. ഞാൻ ഈ കേസിനെ കുറിച്ച് ആ ഒരു ഡയറക്ടർ ഫാൽക്കൺ വഴി അന്വേഷിച്ചിരുന്നില്ലേ? അപ്പോഴാണ് ആക്ട്രസ് നിർമ്മലയുടെ മകനാണ് ആ ലോക്കറ്റ് അദ്ദേഹം ഗിഫ്റ്റ് ചെയ്തെന്ന് മനസ്സിലായത്. അപ്പോ അവനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറോട് ആ പയ്യന്റെ പേര് ജഗദീഷ് ആണെന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്
അവന്റെ പേര് ജിതിൻ എന്നാണെന്ന്. അപ്പോഴാണ് ഡോക്ടർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അവന് ബാധിച്ചിരുന്നത് AMO സിൻഡ്രോം എന്ന രോഗമായിരുന്നു അവനുണ്ടായിരുന്നത്. ഈ ഒരു കണ്ടീഷനുള്ള ആളുകൾ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് അവരെ തക്കം കിട്ടിയാൽ ഉപദ്രവിക്കും. ചില സമയത്ത് അവരെ തന്നെ വേദനിപ്പിക്കും. ചില കേസിൽ കൊലപാതകം ചെയ്യാൻ വരെ അവർ മടിക്കില്ല. നിർമ്മല ജിതിനെ കൊണ്ടുവരുമ്പോൾ അവന്റെ തുടക്കം സ്റ്റേജ് ആയിരുന്നു. അപ്പൊ അവന്റെ മൈൻഡിലെ മറ്റ് നല്ല ചിന്തകൾ കൊടുത്ത് മാറ്റാന് മാക്സിമം ട്രൈ ചെയ്യായിരുന്നു. അപ്പൊ രാധ, അല്ല ഡോക്ടറെ, ഇവര് പെയിന്റിങ്ങിന്റെ പാറ്റേൺ എന്താ ഫോളോ ചെയ്യുന്നത്? അപ്പോഴാണ് രാധയുടെ ഫോണിലേക്ക് മെസ്സേജ് എന്നിട്ട് സ്ക്രീൻ കാണുമ്പോൾ ഡോക്ടർ ഒരു സിംഗറുടെ ഫോട്ടോ കാണുന്നത്. നിങ്ങൾക്ക് സിംഗിങ് ഇഷ്ടമാണല്ലേ? അപ്പോൾ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്ന പല കാര്യങ്ങളും ലൈഫിൽ കൊണ്ടുവരും, ഈ ഒരു വാൾപേപ്പർ പോലെ. അപ്പോൾ നിങ്ങൾ തേടുന്ന ആ ഒരു കൊലയാളി അവന്റെ പെയിന്റിംഗ് ഇൻട്രസ്റ്റ് കില്ലിങ്ങിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവില്ല. എന്നാൽ ആ ഒരു പെയിന്റിംഗ് പാറ്റേൺ ക്രാക്ക് ചെയ്താൽ അത് കണ്ടെത്താൻ പറ്റും. പിന്നെ ജിതിന്റെ അമ്മ മരണപ്പെടുന്നവരെ റെഗുലറായിട്ട് ട്രീറ്റ്മെന്റിന് അവനെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം 15 വർഷമായിട്ട് അവന്റെ ഒരു വിവരവുമില്ല. അപ്പോൾ മീഡിയ ചോദിക്കുന്നുണ്ട്, ജിതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അപ്പോൾ ഹീറോയിൻ ടീമും അവന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ വെച്ചിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരുത്തനായിട്ട് അവൻ ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് ഹീറോയിലെ തന്റെ അസിസ്റ്റന്റ് അർജുൻ തനിക്ക് പലപ്പോഴും പാർസൽ തന്നപ്പോഴും റിപ്പോർട്ടുകൾ തന്നപ്പോഴൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാ തന്നിരുന്നത്. ആ ഒരു കില്ലറും ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? ഇനി അവനായിരിക്കും സംശയിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ വന്നിട്ട് പറയുന്നത്, കമ്മീഷണർ സാറ് മരണപ്പെട്ട സ്ഥലത്ത് വെച്ച് എനിക്കൊരു പെൻഡ്രൈവ് കിട്ടിയിരുന്നു. എന്നാൽ അന്ന് ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതില് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. നമ്മുടെ ടീം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ട് ഒരു എക്സ്പേർട്ട് ടീമിനെ ഞാനിത് അയച്ചതായിരുന്നു. അവരിപ്പോൾ അത് ക്രാക്ക് ചെയ്തിട്ട് പെൻഡ്രൈവിലെ ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു പെൻഡ്രൈവില് നിങ്ങളുടെ ഭാര്യ രാധ എഴുതിയ ഒരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ഹീറോ രാധയെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ ഏൽപ്പിച്ചത് ആരുടെ പേര് പറയുന്നതിനുള്ളിൽ തന്നെ അവളെ പിന്നിൽ നിന്ന് ആരോ ലോക്കിയാണ്. അവളുടെ ഫോണ് വീണ് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവളെ കടത്തിക്കൊണ്ടുപോവാണ്. അപ്പോൾ ഹീറോ തന്റെ ടീമുമായിട്ട് രാധയുടെ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയോ നോക്കുമ്പോൾ അത് അവളുടെ ഓഫീസ് തന്നെയായിരുന്നു. പുറത്തു വന്നൊരു വാനിലാണ് അവളെ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു വണ്ടി ട്രേസ് ചെയ്തപ്പോൾ അവസാനമായിട്ട് ആ വണ്ടി ഹീറോയിൻ ടീം കണ്ടെത്താണ്. എന്നാൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതില് രാധയില്ല. അപ്പോഴാണ് രാധയെ ആ ഒരു സൈക്കോ ഒരു സ്ഥലത്ത് ബോധം കെടുത്തി വെച്ചത് കാണുന്നത്. അപ്പോഴാണ് അവന്റെ ഫേസ് നമ്മൾ കാണുന്നത്. ഇവൻ രാധ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഒരു പ്യൂണായിരുന്നു. തന്റെ ബോസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആർട്ടിക്കിൾ പെൻഡ്രൈവിലാക്കിയിട്ട് അവൾ ഇവന്റെ കയ്യിലിരുന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് ബോധം വരികയാണ്. രവി, നീ എന്താ എന്നെ ചെയ്യാൻ പോകുന്നേ? എന്നെ കൊല്ലല്ലേ? നിന്നെ ഞാൻ കൊല്ലേണ്ട ആവശ്യമില്ല, നീ തന്നെ ചത്തോളൂ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നീ എന്നെ കണ്ടുപിടിച്ചില്ലേ? അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോഴാണ് ഹീറോ ഫോൺ വിളിച്ചിട്ട് രാധയുടെ പെൻഡ്രൈവ് ക്രൈം സീനിൽ കിട്ടിയെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ രവിയുടെ കയ്യില് ബോസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞ ആ പെൻഡ്രൈവ് ബോസിന് കിട്ടിയെന്ന് അന്വേഷിക്കുമ്പോൾ എനിക്ക് രവി ഒരു പെൻഡ്രൈവ് തന്നിട്ടില്ല എന്നാണ് ബോസ് പറഞ്ഞത്. അപ്പോൾ രവിയുടെ ആ കമ്പനിയിൽ ജോലി കയറിയ ഡീറ്റെയിൽസിലെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് പെൻഡിങ് ആണ്. അപ്പോൾ അവൾക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ടിനെ നിർമ്മലയുടെ മകന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അയച്ചിട്ട് അവനിപ്പോ എങ്ങനെ ഉണ്ടാവാന്ന് ഒന്ന് AI വെച്ച് ചെക്ക് ചെയ്യാൻ പറയാണ്. അവസാനം ആ ഫോട്ടോ നോക്കുമ്പോൾ അത് രവിയുടെ ഫോട്ടോ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ഹീറോയോടും രാധ പറഞ്ഞിട്ടുണ്ട്. ജിതിനാണ് അവന്റെ ഐഡന്റിറ്റി മാറ്റിയിട്ട് ഇപ്പോ മർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെയിന്റിംഗ് നോക്കിയിട്ട് അതുപോലെ രാധയും ഇല്ലാതെയാക്കാനുള്ള പ്ലാന് രവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ടർ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ പോലെ കാലില് പല ടൈയും കിട്ടുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഓഫീസിൽ നിന്നെ കണ്ടപ്പോഴൊക്കെ നീ നല്ല ബിഹേവിയറാണ്, നിന്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്, ട്രീറ്റ്മെന്റിലൂടെ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും. എന്നാലും കലിപ്പില് വായടച്ച് മിണ്ടാതിരിക്കും. അങ്ങനെ അവളെ മുഴുവനായിട്ട് ചുറ്റിവരിഞ്ഞ് ബന്ധിച്ച ശേഷം കൊലപ്പെടുത്താൻ നോക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അവന്റെ നെറ്റിയില് ബുള്ളറ്റ് കയറാണ്. അതായത് നമ്മുടെ ഹീറോ അവനെ എൻകൗണ്ടർ ചെയ്തതാണ്. അല്ല, നമ്മുടെ ഹീറോ എങ്ങനെയാ രാധയുടെ ലൊക്കേഷൻ കണ്ടെത്തി നോക്കുമ്പോൾ ഓൾറെഡി എന്തെങ്കിലും അപകടം അറിഞ്ഞാല് ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഹീറോ ലോഞ്ച് ചെയ്തിരുന്നില്ലേ? അപ്പോൾ രവി അവൾ ഉപദ്രവിക്കാൻ പോകുന്ന ഉറപ്പായപ്പോൾ തന്നെ അവന്റെ ശ്രദ്ധ മാറിയപ്പോൾ അവളുടെ ഫോണില് ആ ഒരു ആപ്ലിക്കേഷൻ അവൾ ഓൺ ചെയ്തതാണ്. അങ്ങനെ അവസാനം ആ ഒരു സൈക്കോ ആയിരുന്ന ജിതിനെ പോലീസ് പിടിച്ച് ന്യൂസ് വരികയാണ്. അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മുടെ രാധയിലെ നേരെ ജിതിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോവാണ്. എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒന്ന് പേഴ്സണലായിട്ട് താങ്ക്സ് പറയാൻ വന്നതാ. അപ്പൊ ഡോക്ടറും, എന്തായാലും നിങ്ങൾ സാധിച്ചല്ലോ, കൺഗ്രാജുലേഷൻ. അല്ല മാഡം, ഇത്രയും നാള് ഇതൊന്നും ആരും അറിയാതെ വല്ലാതെ കഷ്ടപ്പെട്ട് നിങ്ങൾ മാനേജ് ചെയ്തു അല്ലേ? ജിതിൻ കൊല്ലപ്പെട്ട ശേഷം അവന്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ നുണ എനിക്ക് മനസ്സിലാകുന്നത്. 15 വർഷമായി നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടല്ലേ? അവന്റെ വീട് ഞാൻ ചെക്ക് ചെയ്തപ്പോ ഇതുപോലെ കുറേയധികം പ്രിസ്ക്രിപ്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇടക്കിടക്ക് നിങ്ങളെ കാണാന് അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അവന്റെ പേര് രവി എന്നാണ്. അതായത് ജിതിൻ രവിയായിട്ട് മാറിയതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു മേഡേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്തതല്ലേ? എന്നിട്ട് ഒരു ചെയിൻ കാണിക്കാണ്. ഇതാരതാന്നറിയോ? ഋതികടേതാ. നിങ്ങൾ ക്ലിനിക്കിലുണ്ടായിരുന്നപ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാ. അല്ല, ജിതിന് അവന് എമോങ് സിൻഡ്രോയില് സഫർ ആവുന്ന ഒരു പേഷ്യന്റ് ആണ്. എന്നാൽ നിങ്ങളൊരു ഡോക്ടറായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുക
എന്താ ഇത്? അപ്പോഴാണ് ഡോക്ടർ ഒരു ഷോക്കിംഗ് ടിസ്റ്റ് പറയുന്നത്. ഇവിടെ ജിതിൻ മാത്രമല്ല ആ ഒരു അസുഖം കൊണ്ട് സഫർ ആവുന്നത്, ഞാനും ഉണ്ട്. അതില് എനിക്കും ഒരുതരം കിക്ക് കിട്ടിയിട്ടുണ്ടേ. വിക്ടിംസിനെ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. മർഡേഴ്സ് ഒക്കെ അവൻ തന്നെ ചെയ്തേ. അപ്പൊ രാധ, ഋതിക അവളൊരു പാവം ഇന്നസെന്റ് കുട്ടിയായിരുന്നില്ലേ? മറ്റുള്ളവരൊക്കെ നിങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ സൈക്കോ ഡോക്ടർ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഓരോ കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ നിങ്ങൾ അലിയെന്ന് കണ്ടപ്പോ ഒരു എക്സ്ട്രാ കിക്ക് കിട്ടിയതാ. അപ്പോഴാണ് ഞങ്ങൾ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാന് ജഗദീഷ്, ഋതിക എന്ന് പറഞ്ഞ് രണ്ടാളുകൾ ഉള്ളിൽ കയറിയ. അപ്പോ അവരെ അങ്ങനെ വെറുതെ വിടാനാ? എനിക്ക് പോലീസിനെയും മീഡിയയും അതുപോലെ ആരും ഇഷ്ടമല്ല. എന്റെ ഐഡന്റിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ പടച്ചുവിടുന്ന എന്നെക്കുറിച്ചുള്ള ഈ കഥകളാണ്. ആരാണെന്നറിയാതെ എല്ലാം ചെയ്തിട്ട് എല്ലാത്തിനും പിന്നിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ജിതിനെ വെച്ച് ഈ മർഡേഴ്സിലേക്ക് ഇറങ്ങി. എന്നിട്ട് കയ്യിൽ കണ്ടെടുത്ത് എന്നെക്കുറിച്ച് അറിഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതി. അപരാധ, നിങ്ങളെക്കുറിച്ച് ഇത്ര അറിഞ്ഞ് ഞാനിങ്ങോട്ട് വെറുതെ വരുന്നു നിങ്ങൾ കരുതിയോ? നിങ്ങളുടെ കഥ കഴിഞ്ഞു. അല്ല, കഥ തുടങ്ങാൻ പോകുന്നുള്ളൂ പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ സ്വന്തം ജീവൻ കൊടുക്കാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് രാധ ഹീറോയോട് പറയുന്നത്, മരണപ്പെട്ട ഡോക്ടർ ലളിതകുമാരി അവർക്ക് പേഷ്യന്റ് ആയിട്ട് ജിതിൻ മാത്രമായിരുന്നില്ലല്ലോ, അവർക്ക് വേറെ ആരോ കൂടി അവരുടെ ദൗത്യം കൊണ്ടുപോകുന്നുള്ള ഉറപ്പുണ്ട്. അവസാനം അവരോട് പറഞ്ഞ വാക്കും ആ ഒരു ചിരിയും അതാണ് ലക്ഷ്യാക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവിക്ക് മറ്റൊരു പാർട്ട് കൂടി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും എനിക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷന് കൊടുക്കാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇനി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കഥയെക്കുറിച്ചും കമന്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ TM ഫാമിലി. ടാറ്റ, ബൈ ബൈ.